മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ശാന്തി വില്യംസ്. 12-ാം വയസ്സിൽ ബാലതാരമായി എത്തിയ നടി 1970-ലെ വിയറ്റ്നാം വീട് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. തമിഴ് സിനിമകളിലാണ് ശാന്തി കൂടുതൽ അഭിനയിച്ചത്. ഫ്രണ്ട്സ്, ഡും ഡും ഡും, പൂവല്ല ഉൻവാസം, സ്നേഹിതയെ തുടങ്ങിയ നിരവധി സിനിമകളിൽ നടി അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പളുങ്ക്, രാക്കിളിപ്പാട്ട്, യെസ് യുവർ ഓണർ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിൽ മലയാളി ഫാമിലിയിലാണ് ശാന്തി ജനിച്ചത്. മലയാളത്തിലെ പ്രശസ്ത ഛായാഗ്രഹകനായ ജെ വില്യംസിനെയാണ് ശാന്തി വിവാഹം ചെയ്തത്. ഇവർക്ക് 4 മക്കളുണ്ട്. സംവിധായകനായും നിർമ്മാതാവായും മലയാളത്തിൽ തിളങ്ങിയ വില്യംസ് സ്ഫടികം, ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. മോഹൻലാലിനെ വെച്ച് ഹലോ മദ്രാസ് ഗേൾ, ജീവന്റെ ജീവൻ തുടങ്ങി 4ഓളം ചിത്രങ്ങൾ വില്യംസ് സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ലാൽ വില്യംസ് മരിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും നന്ദിയില്ലാത്ത നടനാണെന്നും മോഹൻലാൽ എന്ന് പറയുന്നു. മോഹൻലാലിന് കുറെ തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ നന്ദി പോലും അദ്ദേഹം കാണിച്ചില്ലെന്നും ശാന്തി വില്യംസ് ഒരു യൂട്യൂബ് ചാനലിനോട് പറയുകയുണ്ടായി. ആ അഭിമുഖത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മോഹൻലാലിന് ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് നന്ദിയില്ല. തെറ്റു വിചാരിക്കരുത്, വില്യംസ് മികച്ച ക്യാമറമാൻ ആയിരുന്നു. ഇന്ന് ക്രെയിൻ ഉണ്ട്. ക്രെയിൻ ഇല്ലാത്ത കാലത്ത് വലിഞ്ഞു കയറി ക്യാമറ എടുത്ത പോലെ ഇന്ന് ആരും ചെയ്യില്ല. ആ വിഷയത്തിൽ വില്യംസിനെ ഞാൻ ഒരു കുറ്റവും പറയില്ല. പെട്ടെന്ന് ദേഷ്യം വരും എന്നതായിരുന്നു പ്രശ്നം. ഇവരുടെ 2ാമത്തെ ചിത്രം ഞങ്ങളുടെ സിനിമയായിരുന്നു, ഹലോ മദ്രാസ് ഗേൾ. ആദ്യത്തെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു. 2ാമത്തെ ചിത്രത്തിന് വില്ലനായിരുന്നു. പൂർണിമ, ഭാഗ്യരാജും ഉർവശിയും എല്ലാം ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെയാണ് മോഹൻലാലിനെ ചിത്രത്തിൽ കാസ്റ്റ് ചെയ്യുന്നത്. മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്കാണ് പോവുക. എന്നിട്ട് ചോദിക്കുക മീൻകറി ഉണ്ടോ എന്നാണ്. അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അത് കഴിക്കും. ഞങ്ങളുടെ വീടിനടുത്ത് അന്ന് ഒരു മലയാള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ കാരിയർ എടുത്തു വന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് പോയ ആളാണ് മോഹൻലാൽ എന്നും ശാന്തി വില്യംസ് പറയുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ മോഹൻലാൽ വന്നില്ല. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. വില്യംസിന് ലാൽ ലാൽ എന്നല്ലാതെ ഒരു പേരും വായിൽ വരില്ല. 4 സിനിമകളാണ് ലാലിനെ വെച്ച് ചെയ്തത്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്തും താൻ ഇവർക്ക് കാശ് കൊടുക്കുന്നതിന് വേണ്ടി എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ചിട്ട് മോഹൻലാലിന് 60,000 രൂപ കൊടുക്കണം. നടക്കാൻ പോലും കഴിയാത്ത ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അന്ന് എന്നെ കണ്ടിട്ട് ഈ അവസ്ഥയിൽ ചേച്ചി എങ്ങനെയാണ് നടന്നതെന്ന് ചോദിച്ചു. മോഹൻലാൽ പിന്നീട് എയർപോർട്ടിൽ എന്നെ കണ്ടിട്ട് പോലും മോഹൻ തരാതെ ഓടി. അങ്ങനെയുള്ള ഒരാൾക്ക് എന്നോട് ഒരു കാലത്തും മര്യാദ ഉണ്ടായിരുന്നില്ല എന്നും ശാന്തി വില്യംസ് പറഞ്ഞു. ഇവരുടെ മകൻ സന്തോഷ് ഈ അടുത്ത കാലത്ത് ഹൃദയാഘാതം വന്ന് മരിച്ചുപോയി. ഉറക്കത്തിൽ ഹൃദയാഘാതം വരുകയും ചെയ്ത്. ഇവർക്ക് 3 മക്കളാണ്. അതിൽ സന്തോഷ് മരിച്ചുപോയി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.